ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ ഇന്ന് ഇൻഫിനിക്സ് ഒരു പുതിയ ഫോൺ കൂടി ഇന്ത്യയിൽ അവതരിപ്പിച്ചു. ആ ഫോൺ ഏതെന്ന് പറയുകയാണെങ്കിൽ ഇൻഫിനിക്സ് 08i ആണ് അവർ ഇന്ന് ലോഞ്ച് ചെയ്ത ഫോൺ. ഈ ഫോൺ അവർ നേരത്തെ ഗ്ലോബലി ലോഞ്ച് ചെയ്തതായിരുന്നു, എന്നാൽ അന്ന് ഈ ഫോൺ അവർ ഇന്ത്യയിൽ അവതരിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഇൻഫിനിക്സ് ഈ ലോഞ്ച് ചെയ്ത ഇൻഫിനിക്സ് 08iയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ ഇൻഫിനിക്സ് 10,000 രൂപ പ്രൈസ് സെഗ്മെന്റിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഫോണുകൾ ഇറക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ ഇൻഫിനിക്സ് 08i എന്ന് പറയുന്നത് അവർ 15,000 രൂപ പ്രൈസ് സെഗ്മെന്റിലാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ വീഡിയോയിൽ ഈ ഇൻഫിനിക്സ് 08iയുടെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിനോടൊപ്പം ഈ ഫോൺ ഇപ്പോഴത്തെ ആ ഇറങ്ങിയ പ്രൈസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അത് 15,000 രൂപ പ്രൈസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫോണാണോ, ഇതെല്ലാം നമ്മളുടെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ അതിനെല്ലാമായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിനോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, നമുക്കപ്പോൾ ആദ്യം തന്നെ ഈ ഫോണിന്റെ സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഡിസ്പ്ലേയിൽ നമുക്ക് 6.85 ഇഞ്ചിന്റെ ഫുൾ HD+ ആയിട്ടുള്ള ഒരു IPS LCD ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. 6.85 ഇഞ്ച് എന്ന് പറയുമ്പോൾ നല്ല വലിപ്പമുള്ള ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് ഇവിടെ ഫുൾ HD+ ഡിസ്പ്ലേ ക്വാളിറ്റിയും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് 90 ഹെർട്സിന്റെ ഒരു കൂടിയ റിഫ്രഷ് റേറ്റ് പാനൽ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം നമുക്ക് ഇവിടെ 180 ഹെർട്സിന്റെ ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇൻഫിനിക്സ് 08i വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് 20.5:9 എന്ന ആസ്പെക്ട് റേഷ്യോ ആണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. അതിനോടൊപ്പം 90% മുകളിലായിട്ടുള്ള ഒരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ റിയർ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡയമണ്ട് കട്ടാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോണിന്റെ ഡിസൈനിലാണെങ്കിലും ഡിസ്പ്ലേയിലാണെങ്കിലും നമുക്ക് വലിയ ന്യൂനതകളൊന്നും പറയാൻ സാധിക്കാത്ത ഒരു നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ പ്രൊസസർ എന്ന് പറയുന്നത് മീഡിയാടെക് ഹീലിയോ G90T ആണ്. ഈ പ്രൊസസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു നല്ല പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് നോർമൽ യൂസിനാണെങ്കിലും അഗ്രസീവ് യൂസിനാണെങ്കിലും അതോടൊപ്പം ഗെയിമിങ്ങിനാണെങ്കിൽ പോലും നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് യാതൊരു ഇഷ്യൂസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കാത്ത അത്യാവശ്യം നല്ല പെർഫോമൻസ് കേപ്പബിലിറ്റി ഉള്ള ഒരു നല്ല പ്രൊസസർ തന്നെയാണ് ഈ മീഡിയാടെക്കിന്റെ ഹീലിയോ G90T. ഇനി നമുക്ക് ഇവിടെ UFS 2.1 ആണ് സ്റ്റോറേജ് ടൈപ്പ്. അതിനോടൊപ്പം നമുക്ക് ഇവിടെ LPDDR4X RAM ആണ് ലഭിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് XOS 7.0 ആണ്. അതെന്ന് പറയുന്നത് Android 10 ബേസ്ഡ് ആണ്. അപ്പോൾ വലിയ ന്യൂനതകളൊന്നും പറയാൻ സാധിക്കാത്ത ഒരു നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 4500 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് ഇവിടെ 33 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജർ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലും നമുക്ക് ഈ ഫോണിൽ വലിയ പ്രശ്നങ്ങളൊന്നും പറയാൻ സാധിക്കുന്നില്ല. ഇനി ഈ ഫോണിന്റെ ക്യാമറയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 14 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. അതിനോടൊപ്പം നമുക്ക് റിയർ സൈഡിൽ ഒരു 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും പിന്നെ ഒരു AI ലെൻസും ആണ് നമുക്ക് ഇവിടെ റിയർ സൈഡിൽ ലഭിക്കുന്നത്. ഇനി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ഡ്യുവൽ സെൽഫി ക്യാമറയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതായത് 16 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും അതിനോടൊപ്പം നമുക്ക് ഒരു 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറയും നമുക്ക് ഫ്രണ്ടിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇൻഫിനിക്സ് 08i നമുക്ക് വലിയ ന്യൂനതകളൊന്നും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇനി നമുക്ക് ഇവിടെ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് 3.5 ഹെഡ്ഫോൺ ജാക്ക് അടക്കം എല്ലാവിധ സെൻസറും പോർട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണ് ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ പ്രൈസിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒറ്റ വേരിയന്റ് ലഭിക്കുന്നുള്ളൂ. അതായത് 8GB 128GB എന്ന വേരിയന്റ് പ്രൈസ് എന്ന് പറയുന്നത് 14,999 രൂപയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻഫിനിക്സ് 08i എന്ന് പറയുന്നത് ഇൻഫിനിക്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വളരെ മികച്ച, അതായത് 15,000 രൂപ പ്രൈസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഒരു ഫോൺ തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ പല ബ്രാൻഡുകളും നമുക്ക് ഈ പ്രൈസിൽ തന്നെ ഏറ്റവും കൂടിയ ക്യാമറ സെറ്റപ്പും അല്ലെങ്കിൽ കൂടിയ പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ പോലും പലരും നമുക്ക് സ്റ്റോറേജ് വേരിയന്റ് നമുക്ക് കൂടുതൽ തരുന്നില്ല. അതായത് ആ കൂടിയ വേരിയന്റ് എന്ന് പറയുന്നത് എപ്പോഴും 15,000 രൂപയ്ക്ക് മുകളിലായിരിക്കും. എന്നാൽ ഈ ഇൻഫിനിക്സിൽ നിന്നുള്ള ഇൻഫിനിക്സ് 08iൽ നമുക്ക് കൂടിയ വേരിയന്റ് ആയ, അതായത് ഒറ്റ വേരിയന്റ് ഉള്ളെങ്കിൽ പോലും അതിൽ ഏറ്റവും കൂടിയ സ്റ്റോറേജ് വേരിയന്റ് ആയ 8GB 128GB എന്ന വേരിയന്റ് നമുക്ക് 15,000 രൂപയ്ക്കുള്ളിൽ ലഭിക്കുന്നുണ്ട്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ 14 മെഗാ പിക്സൽ റിയർ ക്യാമറ ലഭിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഫ്രണ്ടിലാണെങ്കിൽ ഈ പ്രൈസ് സെഗ്മെന്റിൽ നമ്മൾ അധികം കണ്ടുവരാത്ത ഒരു ഡ്യുവൽ സെൽഫി ക്യാമറ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അത് ഡ്യുവൽ എന്ന് പറയുമ്പോൾ എണ്ണം തയ്ക്കാൻ വേണ്ടി ഒരു ഡെപ്ത് സെൻസർ അല്ല ഇവർ കൊടുത്തിരിക്കുന്നത്. അതായത് ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറ ആണ് ഇവർ ഇവിടെ കൊടുത്തിരിക്കുന്നത്.
പെർഫോമൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഡിസ്പ്ലേയുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് വലിയ ന്യൂനതകളൊന്നും പറയാൻ സാധിക്കാത്ത ഒരു നല്ല സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ ഈ 15,000 രൂപ പ്രൈസ് സെഗ്മെന്റിൽ ഇൻഫിനിക്സ് ലോഞ്ച് ചെയ്ത ഈ ഇൻഫിനിക്സ് 08i എന്ന് പറയുന്നത് ഈ പ്രൈസിലെ വൺ ഓഫ് ദ ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോണുകൾ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ താഴെ രേഖപ്പെടുത്താവുന്നതാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻഫിനിക്സ് 08i എന്ന് പറയുന്നത് ഈ പ്രൈസിലെ ഒരു മികച്ച ചോയ്സ് ആണോ? ഇതെല്ലാം നിങ്ങൾക്ക് കമന്റ് ബോക്സിന് താഴെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ.